ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിംഗർ പവർ മെഷീനെ കുറിച്ചാണ്. സിംഗർ പവർ മെഷീൻ 9900 ഇതാണ് മോഡല്. അതിന് കേദറിങ് പ്രഷർ ഫുഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് നമ്മൾ കേദറിങ് ചെയ്യുന്ന പ്രഷർ ഫുഡ്. ഇത് നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കാം, കേദറിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് അയച്ചിട്ട് ഫിറ്റ് ചെയ്യാം. പഴയ പ്രഷർ ഫുഡ് നമ്മൾ അയച്ചിട്ട് നമ്മൾ കേദറിങ്ങിൻ്റെ പ്രഷർ ഫുഡ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് ആ പ്രഷർ ഫുഡ് കേദറിങ്ങിൻ്റെ പ്രഷർ ഫുഡ് ഇട്ടാൽ തന്നെ നമുക്ക് നോർമലായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, അതിൻ്റെ ബാക്കിലൊരു സ്ക്രൂ ഉണ്ടോ, അതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പ്രഷർ ഫുഡ് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. നല്ലോണം ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ സ്ലിപ്പായിട്ട് നീഡിലൊടിയാനൊക്കെ സാധ്യതയുണ്ട്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നീഡിലുണ്ടല്ലോ, നീഡിലിൻ്റെയും പ്രഷർ ഫുഡിൻ്റെയും ഹോള് കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ലോക്കലൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് പ്രഷർ ഫുഡ് അങ്ങോട്ടോ മാറ്റേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഒരു 100-150 രൂപേൻ്റെ പ്രഷർ ഫുഡ് വാങ്ങാൻ ശ്രമിക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാനത് ഇട്ടിരിക്കുന്നത് നോർമൽ സ്റ്റിച്ചിലാണ്, നോർമലായിട്ടുള്ള ഇതിലാണ് ഞാൻ പ്രഷർ ഫുഡ് ഇട്ടിരിക്കുന്നത്. അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നെറി വീണിട്ടില്ല. ഈ നെറി വീണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്കത്തെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിൽ നമ്മൾ തന്നെ നമുക്ക് എത്ര വേണമെന്നുള്ളത് നമുക്കതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല നെറിയായിരിക്കും വീഴുന്നത്, നല്ലോണം ഗ്യാതറിങ് ആയിട്ടായിരിക്കും വീഴുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതിനി നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കേദറിങ് ഇത് കുറയ്ക്കുകയും ചെയ്യട്ടെ. നമുക്ക് ആ ബാക്കിൽ നിട്ടൊന്ന് കുറച്ച് ലൂസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പറ്റ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. അത് എങ്ങനെ ചെയ്യണ്ടത്, അത് ടെൻഷനൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കുക.